എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ. മഹാറാണി ഗ്രൂപ്പിന്റെ 33ാം വാർഷികാഘോഷത്തിന്റെ സന്തോഷവേളയിൽ ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ നീണ്ടുനിൽക്കുന്ന ഓഫറുകൾ. പി.വി. അൻവർ എം.എൽ.എയുടെ പൊതുയോഗം ഇന്ന്. നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്താണ് ഇന്ന് വൈകുന്നേരം 6:30 പൊതുയോഗം നടക്കുന്നത്. CPM എതിർപ്പ് ശക്തമായ സാഹചര്യത്തിൽ പോലീസ് വൻ സുരക്ഷാ സംവിധാനം ഒരുക്കും. CPM ജില്ലാ സെക്രട്ടറി EN മോഹൻദാസിനെതിരെ ഇന്ന് നടക്കുന്ന പൊതുയോഗത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്ന് പി.വി. അൻവർ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പി.വി. അൻവർ എം.എൽ.എയുടെ പൊതുയോഗം സംസ്ഥാന തലത്തിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്ന പൊതുയോഗമായി മാറും. CPM-മായി ഇടഞ്ഞ ശേഷം പി.വി. അൻവർ എം.എൽ.എ നടത്തുന്ന രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം കൂടിയാണ് ചന്തക്കുന്നിൽ നടക്കുന്നത്. പൊതുയോഗത്തിലേക്ക് ആളുകളെ സ്വാഗതം ചെയ്ത് പി.വി. അൻവർ എം.എൽ.എ ഇട്ടിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഞങ്ങളും പൊതുയോഗത്തിലേക്ക് എത്തുമെന്ന് അറിയിച്ച് ജില്ലയ്ക്ക് അകത്തും പുറത്തും നിന്നും നിരവധി പേർ ഇതിനോടകം മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ജില്ലാ സെക്രട്ടറി EN മോഹൻദാസിനുമെതിരെ പി.വി. അൻവർ എം.എൽ.എ നടത്തിയ രൂക്ഷ വിമർശനങ്ങൾക്ക് മറുപടിയായി CPM നിലമ്പൂർ, എടക്കര ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധ സമരങ്ങൾ വെള്ളിയാഴ്ച നിലമ്പൂരിലും എടക്കരയിലും അമരമ്പലത്തും നടന്നിരുന്നു. നിലമ്പൂരിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയ കണ്ടാലറിയാവുന്ന 100 പേർക്കെതിരെ നിലമ്പൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. CPM ജില്ലാ സെക്രട്ടറി RSS ചായവുള്ള ആളാണെന്നും ന്യൂനപക്ഷ വിരുദ്ധനാണെന്നും നിലമ്പൂർ ബൈപ്പാസ് മുടക്കിയെന്ന ആരോപണങ്ങൾ പി.വി. അൻവർ എം.എൽ.എ ഉന്നയിച്ചിരുന്നു. അൻവറിന്റെ പ്രസ്താവന പുച്ഛിച്ചു തള്ളുന്നു എന്ന മറുപടിയുമായി CPM ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് രംഗത്ത് വന്നു. നിലമ്പൂരിന്റെ വികസനം മുടക്കിയത് അൻവറാണെന്ന് മോഹൻദാസ് തിരിച്ചടിച്ചു. നിലമ്പൂരിൽ പി.വി. അൻവർ സംഘടിപ്പിക്കുന്ന പൊതുയോഗത്തിലേക്ക് പ്രവർത്തകർ പോകുമോ എന്ന ആശങ്ക CPM-നുണ്ട്. നിലമ്പൂരിൽ INTUC-യും ഓട്ടോറിക്ഷ, ആംബുലൻസ് വിഭാഗത്തിലെ ഡ്രൈവർമാരിൽ ഒരു വിഭാഗവും അൻവറിന്റെ പോരാട്ടത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് പോസ്റ്ററുകൾ പതിച്ചിട്ടുണ്ട്. എന്തായാലും നിലമ്പൂരിലെ പൊതുയോഗത്തിൽ പി.വി. അൻവർ എം.എൽ.എ കൂടുതൽ ആരോപണങ്ങൾ ഉയർത്തുമെന്നാണ് സൂചന. നിലമ്പൂർ ബൈപ്പാസ് തടസ്സപ്പെടുത്തുന്നു, ജില്ലാ ആശുപത്രി വികസനത്തിന് സ്ഥലം ലഭ്യമാക്കൽ വൈകിപ്പിക്കുന്നു, നിലമ്പൂർ കോളേജിന് സ്വന്തം കെട്ടിടം ഫണ്ട് അനുവദിക്കുന്നില്ല, മലയോര ഹൈവേകളിൽ വനഭൂമി ലഭ്യമാക്കാൻ സർക്കാർ ഇടപെടുന്നില്ല, മലയോര ജനതയെ ഭീതിയിലാക്കുന്ന ESA വിജ്ഞാപനത്തിലെ മൗനം എന്നിവ സംസ്ഥാന സർക്കാരിൻ്റെ വീഴ്ചയായി അൻവർ ഉയർത്തുമ്പോൾ CPM ഇതിനെതിരെ മറുപടിയുമായി വരും ദിവസങ്ങളിൽ രംഗത്ത് വരുമെന്ന് ഉറപ്പാണ്. ഇന്ന് വൈകുന്നേരം പി.വി. അൻവർ എം.എൽ.എ നടത്തുന്ന പൊതുയോഗത്തിൽ എത്ര കണ്ട ജനപങ്കാളിത്തം ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. എ+ വിഷൻ, നിലമ്പൂർ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. എടക്കരയിൽ ആദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ്, അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ 3 NICU, അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക്, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ്, സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, കീ ഹോൾ സർജറി യൂണിറ്റ്, മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ്, എക്സ്റേ, ലാബ്, ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര.